വെള്ളായണി ദേവിയുടെ തിരുമുടി പുറത്തെഴുന്നള്ളത്ത്. തെക്കൻ കേരളത്തിലെ ശ്രീ ഭദ്രകാളി ക്ഷേത്രങ്ങൾ അല്ലെങ്കിൽ മുടിപ്പുരകൾ എല്ലാ വർഷവും നടത്തിവരുന്ന ഭക്തിനിർഭരമായ ഒരു അനുഷ്ഠാന ചടങ്ങാണ് തിരുമുടി എഴുന്നള്ളത്ത്. തെക്കൻ കേരളത്തിൽ തിരുമുടി എഴുന്നള്ളിക്കുന്ന പ്രധാന ദേവീക്ഷേത്രങ്ങളിലൊന്നാണ് മേജർ വെള്ളായണി ദേവീക്ഷേത്രം. ഇന്ന് അമ്മയുടെ തിരുനടയിലെ തിരുമുടി എഴുന്നള്ളത്തിൻ്റെ തത്സമയ ദൃശ്യം മന്ത്രഭക്തർക്കായി സമർപ്പിച്ചിരുന്നു. മന്ത്രയുടെ പേജ് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുവാൻ ദേവീനാമത്തിൽ അഭ്യർത്ഥിക്കുന്നു. കേരളത്തിലെ ഭദ്രകാളി ക്ഷേത്രങ്ങളിലെ വിഗ്രഹങ്ങളിൽ ഏറ്റവും വലുതാണ് വെള്ളായണി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ. 4.5 അടി ഉയരവും വീതിയുമാണ് വിഗ്രഹം. ശുദ്ധമായ സ്വർണവും വിലയേറിയ രത്നക്കല്ലുകളും വിഗ്രഹത്തിൻ്റെ മുന്നിലെ കാഴ്ചയെ അലങ്കരിക്കുന്നു. തിരുവിതാംകൂർ ഭരിച്ചിരുന്ന ഗൗരി ലക്ഷ്മി തമ്പുരാട്ടിയാണ് തങ്കത്തിരുമുടി നിർമ്മിച്ചു നൽകിയത്. വരിക്കപ്ലാവിൽ കൊത്തി ഉണ്ടാക്കുന്ന ചരബിംബത്തെയാണ്, അതായത് ചലിക്കുന്ന ബിംബത്തെയാണ് തിരുമുടി എന്ന് പറയുന്നത്. അരുണേ ത്രിനേത്രേ പ്രണവസ്വരൂപിണി നമോസ്തു ഭൈരവീ ചിത്പീഠവാസിനി ഭയപാപനാശിനി അഭയസ്വരൂപിണി സമസ്തലോകേശ്വരി ചാരുവർണിനി വെള്ളായണി ദേവി മാനസംസികേ പാലക പാലക ത്രിഭുവന പാലികേ. സാധാരണ മറ്റു ക്ഷേത്രങ്ങളിൽ മൂർത്തിയുടെ ബിംബത്തെ പ്രതിഷ്ഠിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് പുറത്തെടുക്കില്ല. എന്നാൽ തിരുമുടി ഇതിൽ നിന്നും വിഭിന്നമാണ്. ഭദ്രകാളിയുടെ തിരുമുഖവും ഒപ്പം തലമുടിയായി സങ്കല്പിച്ചുകൊണ്ട് സർപ്പങ്ങളെയുമാണ് ഇതിൽ സാധാരണയായി കൊത്തിച്ചേർക്കുന്നത്. എന്നാൽ ചില തിരുമുടികൾ ദേവിയുടെ പൂർണ്ണ രൂപത്തിൽ തന്നെ കാണും. അതിൽ വാഹനമായി വേതാളം, 1000 ഹസ്തങ്ങളും ശംഖ്, ചക്രം, ഗദ, വാള്, പരിച, ധനുസ്, അസ്ത്രം, പത്മം, അഗ്നിയും ധാരിക ശിരസ്സുമേന്തി കഴുത്തിൽ തലയോട് മാലയണിഞ്ഞും ഗജത്തെ കർണഭാരമാക്കിയും കേസരിയെ അങ്കുലീയമായും പ്രകാശപൂരിതമായ നയനങ്ങളും ഭീവത്സമായ ദ്രംഷ്ടങ്ങളും പുറത്തേക്ക് കാട്ടി നിണം ചൊരിയുന്ന നാവുള്ള ഭഗവതി, വേതാളത്തെ വാഹനമാക്കി 14 ലോകവും അടക്കി വാഴുന്ന ജഗദാംബയുടെ വിശ്വരൂപത്തിൻ്റെ സങ്കല്പ രൂപമാണ് ദാരുവിൽ തീർത്ത തിരുമുടി. എല്ലാ വിശ്വാസികൾക്കും അമ്മയുടെ തിരുനടയിൽ ഇന്ന് വൈകുന്നേരം നടക്കുന്ന കളങ്കാവലിൽ പങ്കെടുത്ത് അമ്മയുടെ അനുഗ്രഹം വാങ്ങുവാൻ കഴിയുമാറാകട്ടെ. എല്ലാ വെള്ളായണി ദേവീ ഭക്തർക്കും മന്ത്രയുടെ ഉത്സവാശംസകൾ. ഓം വെള്ളായണി ദേവി നമഃ.